പാടലീപുത്രയുടെ രാഷ്ട്രീയ മണ്ണ് ഇളക്കിമറിക്കാൻ ബി.ജെ.പിക്കെതിരെ ശക്തമായ പടയൊരുക്കം നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ കളം നിറയാൻ പോവുകയാണ്. എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയും വയനാട് എം.പിയുമായ പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാർ ബീഹാറിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വലിയ റാലികളിൽ പങ്കെടുക്കാനുള്ള തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി 12ഓളം റാലികളിൽ പങ്കെടുക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ബീഹാറിൽ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഒരു ഭാഗത്ത് ജനതാദൾ യുണൈറ്റഡ് ബി.ജെ.പി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് പ്രചരണം മുന്നോട്ടു പോകുമ്പോൾ, മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ വൽക്കരണം തുറന്നു കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബീഹാറിൽ ഇത്തവണ ഭരണമാറ്റമുണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി പങ്കുവെക്കുന്നത്. തേജസ്വി യാദവ്, ബീഹാറിൽ എൽ.കെ. അദ്വാനിയുടെ പ്രതാപകാലം. ആ എൽ.കെ. അദ്വാനിയുടെ പ്രതാപകാലത്ത് അയോധ്യയിലെ തർക്കമന്ദിര വിഷയവുമായി ബന്ധപ്പെട്ട് അദ്വാനി നടത്തിയ രഥയാത്ര, ആ രഥയാത്രയെ ബീഹാറിൽ തടയാൻ ചങ്കുറപ്പ് കാണിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവാണ് ഇന്ത്യ മുന്നണിയുടെ തേര് തെളിച്ച് മുന്നോട്ടു പോകുന്നത്. തേജസ്വിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കനയ്യകുമാറും രാജേഷ് റാമും പപ്പു യാദവും കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുകയാണ്. പിന്നണിയിൽ ഇടതു പാർട്ടി നേതാക്കന്മാരുമുണ്ട്. മുന്നിൽ നിന്ന് തേര് തെളിച്ച് വെല്ലുകുലയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. സംഘപരിവാറിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ വോട്ടുമോഷണത്തിനെതിരെ, മതേതരത്വവും ജനാധിപത്യവും തച്ചു തകർക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഏകോപിപ്പിച്ച് സംഘപരിവാറിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ശബ്ദമുയർത്താൻ നട്ടെല്ല് നിവർത്തി മുഖത്തു നോക്കി ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഐക്കണായി ബീഹാറിൽ പ്രവർത്തിക്കുന്നത്. വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബീഹാറിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. കൂടാതെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെയും ബീഹാർ ജനത ഇത്തവണ വിധിയെഴുതുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ കണക്കുകൂട്ടൽ. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നിതീഷ് കുമാറാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി. മുച്ചൂടും ഭരിച്ചു മുടിച്ച ഒരു ജനവിരുദ്ധ സർക്കാരാണ് ബീഹാർ ഭരിക്കുന്നതെന്ന് ഇന്ത്യ സഖ്യം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നിക്ഷേപിച്ച സർക്കാർ അവരുടെ അവസാന ലാപ്പിൽ എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ കർഷകരും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഒരേപോലെ പ്രയാസപ്പെടുന്ന സർക്കാരിനെ ചവിട്ടിപ്പുറത്താക്കാൻ ജനങ്ങൾക്ക് ലഭിച്ച സുവർണാവസരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വോട്ട് ചോദിക്കുന്നത്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ സംസ്ഥാനത്താദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ മികച്ച വിജയം നേടി സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യമാണ് ശരിയെന്ന് ജനങ്ങളോട് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും പ്രതിരോധത്തിലാക്കുന്ന നിലപാട് സ്വീകരിച്ച രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്ത് പകരാനുള്ള വിധിയെഴുത്ത് ബീഹാറിന്റെ ഭൂമികയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി പങ്കുവെക്കുന്നത്. അരയും തലയും മുറുക്കി NDA സഖ്യവും മറുഭാഗത്ത് താവനാഴിയിൽ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്ത ഇന്ത്യ മുന്നണിയും പോരാടുമ്പോൾ നവംബർ 14 പുലരി ആർക്കനുകൂലമാകുമെന്ന് ചോദിച്ചാൽ ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു, ഇപ്പോഴും നേരിയ മുൻതൂക്കം ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമാണുള്ളത്. എന്തായാലും ബീഹാറിലെ ജനങ്ങൾ കാത്തുവച്ചത് എന്താണ്? അവരുടെ മനസ്സ് ആരെ ചേർത്ത് പിടിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്ന്
നവംബർ 14 വോട്ടെണ്ണിയ ശേഷം നമുക്ക് തിരിച്ചറിയാൻ കഴിയും.